കൊല്ലം കടയ്ക്കലിൽ CPIM കോൺഗ്രസ് സംഘർഷത്തിൽ CPIM പ്രവർത്തകന് കുത്തേറ്റു. കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുനാണ് കുത്തേറ്റത്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുണിന് തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, വലിയ സംഘർഷമാണോ അവിടെ ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരുന്നു ഈ സംഭവം? അല്പസമയം മുമ്പായിരുന്നു ഈ സംഭവം കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്നത്. ഈ സംഭവത്തിന് ആധാരം ലക്ഷ്മി പത്മ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ SNVH സ്കൂൾ, അതുപോലെ കടയ്ക്കലിലെ ഹൈസ്കൂൾ തുടങ്ങിയിടങ്ങളിലൊക്കെ തന്നെ KSU വലിയ മുന്നേറ്റം നടത്തി. ഈ മുന്നേറ്റത്തിൽ പ്രതിഷേധിച്ച് ഇരു കൂട്ടരും, KSUവും SFI പ്രവർത്തകരും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും വെല്ലുവിളി ഉണ്ടാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ചില KSU പ്രവർത്തകരെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച സമീപത്തെ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുമ്പോൾ അവിടെ വെച്ച് 50-ലധികം വരുന്ന SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് KSUവിന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിൽ SFIയെയും അതുപോലെ CPMനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നതിനിടയിലാണ് കൂടുതൽ DYFI പ്രവർത്തകർ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയും കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ ഈ തടയൽ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കൊണ്ട് ഇരു കൂട്ടരും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് കാറ്റാടിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിധുന് കുത്തേറ്റത്. 5 പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൂടുതൽ പോലീസിനെ, കൊട്ടാരക്കരയിൽ നിന്നടക്കമുള്ള കൂടുതൽ പോലീസിനെ ഈ പ്രദേശത്തേക്ക് വിന്യസിക്കാൻ ഊർലസ്മി നിർദ്ദേശിച്ചിട്ടുണ്ട്. കടയ്ക്കൽ നമുക്കറിയാം CPMന് കൂടുതൽ സംഘടിതമായ അംഗസംഖ്യ ഉള്ള, പാർട്ടിക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷം. ആ സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കത്തിക്കുത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പരസ്യമായ ഒരു കട അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ സംഘർഷഭരിതമായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 20 മിനിറ്റിലധികം കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരവും. എന്തായാലും ഒരാൾക്ക് ഇപ്പോൾ കുത്തേറ്റിട്ടുണ്ട്. അയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അവിടെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലക്ഷ്മി പത്മ, വലിയ സംഘർഷം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.